ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് മുളക് ചതച്ചിട്ടാട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2-3 എല്ലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഉണക്കമുളക് ചതച്ചതാട്ടോ. അത് വേറൊന്നും ഇല്ല, ഉണക്കമുളക് തന്നെ നമ്മൾ ചതച്ചെടുത്തത്, കൂടെ ഇട്ടല്ല, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുത്ത ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മുളക് പൊടിയല്ല ഇതിനകത്ത് ഇടുന്നത്, മെയിനായിട്ടും നമ്മൾ ഉണക്കമുളക് ചതച്ചത് മാത്രമാണ് ഇടുന്നത്. ഒരു കുഴമ്പ് പരുവത്തിന് നമ്മൾ ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പത്തിനോ ചോറിനോ ഒക്കെ നമുക്ക് കഴിക്കാം, ചപ്പാത്തിക്കൊക്കെ നല്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പുപൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കി അത് നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കുക്കറിൽ നമുക്ക് വേവിക്കാം. അപ്പോൾ ഈ ഇറച്ചി നമ്മൾ കഴുകി വയ്ക്കുമ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് വെള്ളം കളയും കൂടി ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ, ഇല്ലെങ്കിൽ അതിനകത്ത് വെള്ളം അധികമായിരിക്കും. അപ്പം അത് ശരിയാവില്ല. അപ്പം അത് വെന്തിട്ടുണ്ട്, ഇറച്ചി നമ്മുടെ വെന്ത് കിട്ടി കറക്റ്റായിട്ട്. അപ്പോൾ അതിലേക്കൊരു ചെറിയ സവാളയുടെ പകുതി, സവാള കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ കറിക്ക് മധുരമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ സവാള വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഒരു സവാളയുടെ പകുതി എടുത്തരിഞ്ഞ് എണ്ണയിൽ ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പം അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ എത്ര മുളക് ചതച്ചിട്ടു എന്ന് പറഞ്ഞാലും അതിനൊരു കളറ് കിട്ടണമെങ്കിൽ, ആ കറിക്കൊരു കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ശകലം മുളക് പൊടി അതിലേക്ക് ഇടണം. അപ്പോൾ ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂൺ മുളക് പൊടിയും ശകലം കുരുമുളക് പൊടിയും മീറ്റ് മസാലയും കൂടി ഞാൻ വീണ്ടും ആ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കരിയാതെ തീ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഇറച്ചി നമ്മൾ ഇടുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. തീ ആദ്യം ഫസ്റ്റ് ഒന്ന് കൂട്ടി വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും, ഒത്തിരി വെള്ളം ഉണ്ടാവില്ല, ഇതുപോലെ ഇരിക്കുള്ളൂ. നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ. അപ്പോൾ വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഉലർത്തി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.